ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ എക്സാംസ്. നമ്മളിന്ന് അസിസ്റ്റൻസ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ 50 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വേറെ ലെക്ചറിൽ. ഇന്ന് നമുക്ക് ബാക്കി 50 ക്വസ്റ്റ്യൻസും കൂടി അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ നമ്പർ 51ലേക്ക് പോവാണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 51? ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ്. അറിയോ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാലോ അല്ലെ? തൈറിസ്റ്റന്റെ ടേൺ ഓഫ് മെത്തേഡുകളെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ മെത്തേഡുകൾ എന്ന് പറയുന്നത്. അത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, അങ്ങനെ ഒരുപാട് കമ്മ്യൂട്ടേഷൻ മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്നാണ് ചോദിച്ചത്. ഈ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഒരുപാട് പേരുകളുണ്ട്. എന്തൊക്കെയാണ്? ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ നമ്മൾ ലോഡ് കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കാറുണ്ട്, റെസൊണന്റ് കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? സെൽഫ് കമ്മ്യൂട്ടേഷൻ എന്നും നമ്മൾ ഏതിനെ പറയാറുണ്ട്? ക്ലാസ് എ കമ്മ്യൂട്ടേഷനെ പറയാറുണ്ട് അല്ലെ? അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 52 നമുക്ക് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 53 എന്താണ്? എ സ്റ്റെപ്പ് ഓഫ് ചോപ്പർ ഹാസ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 200 volt. The conduction time of thyristor is 300 microsecond and the output voltage is 600 volt. If the pulse width is halved for constant frequency operation, the new output voltage is. എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റെപ്പ് ഓഫ് ചോപ്പറിന്റെ കേസിലുള്ള നമ്മളോട് പുതിയ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്തത്? നമുക്ക് ഒരു കേസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് ഇത്രയാണ്, ഡ്യൂട്ടി റേഷ്യോ ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഇത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ സെയിം സിസ്റ്റത്തിന്റെ ഇൻപുട്ട് വോൾട്ടേജോ ഫ്രീക്വൻസിയോ മാറ്റാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓൺ പീരീഡ് അല്ലെങ്കിൽ പൾസ് വിഡ്ത്ത് എന്ത് ചെയ്യാണ്? ഹാഫ് ആക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്ന വ്യത്യാസം, പുതിയ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പോൾ സ്റ്റെപ്പ് ഓഫ് ചോപ്പറിന്റെ കേസിൽ എന്തായിരുന്നു ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ? സ്റ്റെപ്പ് ഓഫ് ചോപ്പറിന്റെ കേസിൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ 1 - d എന്നല്ലേ വരാം. ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടി റേഷ്യോ ആണ്. ടി ഓൺ ബൈ ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്ത് പറയാം? ടി ഓൺ ബൈ ടി നമ്മൾ ഡ്യൂട്ടി റേഷ്യോന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ടി ഓൺ ബൈ ടി, അതായത് ഡി ഇസ് ഈക്വൽ ടു, ഈ മുകളിലത്തെ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 - വി ഇൻ ബൈ വി ഔട്ട് എന്ന് പറയാലോ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് ടോട്ടൽ ടൈം പീരീഡ് മാറുന്നില്ല അല്ലെ? ആദ്യത്തെ കേസിൽ ഓൺ പീരീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 300 മൈക്രോസെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 600 വോൾട്ട് ആണ്. ക്ലിയർ? ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 200 ആണ്. പിന്നെ നമുക്ക് എന്താണ് ഡാറ്റ തന്നത്? ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കേസിൽ ഓൺ പീരീഡിനെ അല്ലെങ്കിൽ പൾസ് വിഡ്ത്തിനെ ഹാഫ് ആക്കുന്നു. അപ്പൊ ടി ഓൺ ഡാഷ് ഇസ് ഈക്വൽ ടു 300ന്റെ പകുതി ഉണ്ടാവുള്ളൂ. അത് എത്രയാണ്? 150 മൈക്രോസെക്കൻഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ബാക്കി ഇൻപുട്ടോ ഫ്രീക്വൻസിയോ, അതായത് ടോട്ടൽ ടൈം പീരീഡോ ഇൻപുട്ടോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. പുതിയ വി ഔട്ട് ഡാഷ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ കേസിലെ ടോട്ടൽ ടൈം പീരീഡ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു വി ഔട്ട് ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് കേസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 300 ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു 1 - 200 ബൈ 600 എന്ന് കൊടുക്കാം. 200 ബൈ 600 നമുക്ക് 1/3 കിട്ടും. 1 - 1/3 സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 2/3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ 1 - 1/3 സോൾവ് ചെയ്താൽ നമുക്ക് 2/3 എന്ന് കിട്ടി. അതിൽ നിന്നും ടോട്ടൽ ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 900/2 അല്ലെങ്കിൽ 450 മൈക്രോസെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇയാണ് നമ്മൾ അടുത്ത കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അടുത്ത കേസിൽ നമുക്ക് എന്ത് പറയാം? അടുത്ത കേസിൽ ടി ഓൺ ഡാഷ് 150 ആണ്. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 450 ഇസ് ഈക്വൽ ടു 1 - 200 ബൈ വി ഔട്ട് ഡാഷ് എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വി ഔട്ട് ഡാഷ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി ഔട്ട് ഡാഷ് ഇസ് ഈക്വൽ ടു 600/2 എന്നാണ് വരിക. 600/2 സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 300 വോൾട്ട്. അത്രയും വോൾട്ടേജ് ആണ് നമുക്ക് പുതിയ ഔട്ട്പുട്ട് ആയിട്ട് വരിക. ക്ലിയർ ആണോ? അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വന്നു? ഇതിന്റെ ആൻസർ നമുക്ക് 300 വോൾട്ട് എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 SCRs are connected to form a series strip. The voltage across these thyristors are 300 volt, 250 volt and 200 volt respectively. If the current flowing through these thyristors are 5 amps, 9 amps and 11 amps respectively, what will be the value of equalizing resistance to be connected across each SCRs? എന്താണ് പറഞ്ഞത്? നമുക്ക് 3 SCRകളെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. നമ്മൾ 3 SCRs നമ്മൾ
സീരീസ് കണക്ഷൻ ഓഫ് തൈറിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 3 SCRനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ആ 3 SCRനും എക്രോസ് നമ്മൾ അവിടെ എന്ത് വെച്ച് കൊടുക്കുന്നുണ്ട്? ഒരു ഈക്വലൈസിങ് റെസിസ്റ്റൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താണ് ഈക്വലൈസിങ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തൈറിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ തൈറിസ്റ്റേഴ്സിനും എക്രോസ് ഉള്ള വോൾട്ടേജ് നോർമൽ വാല്യൂ ഒരേ വാല്യൂയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എല്ലാത്തിനും എക്രോസ് ഒരു ഈക്വൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. അതിനെയാണ് ഈക്വലൈസിങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, വോൾട്ടേജിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റൻസ് എത്ര, ആ ആറിന്റെ വാല്യൂ എത്ര എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഡാറ്റാസ് തൈറിസ്റ്റർ നമ്പർ 1 അക്രോസ് 300 വോൾട്ട് ഉണ്ട്, 2 അക്രോസ് 250 വോൾട്ട് ഉണ്ട്, 3 അക്രോസ് 200 വോൾട്ടും ഉണ്ട്. പിന്നെ തൈറിസ്റ്റർ 1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ആംസ് ആണ്, 2 ഫ്ലോ ചെയ്യുന്ന കറണ്ട് 9 ആംസ് ആണ്, 3 ഫ്ലോ ചെയ്യുന്ന കറണ്ട് 11 ആംസും ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് വരുന്ന ഈ സീരീസ് കണക്ഷനിലേക്ക് വരുന്ന ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ ഈ റെസിസ്റ്റൻസിലൂടെ I-5 ഫ്ലോ ചെയ്യും, ഈ റെസിസ്റ്റൻസിലൂടെ I-9 ഫ്ലോ ചെയ്യും. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഈക്വലൈസിങ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ പ്രകാരം ഈക്വലൈസിങ് റെസിസ്റ്റൻസ് R is equal to NVBM minus VS divided by N-1 into delta IB എന്നാണ് നമ്മളുടെ ആ ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ എത്ര തൈറിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിൽ N എന്ന് പറഞ്ഞാൽ എന്താ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് തൈറിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ N is equal to എത്ര കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി VBM എന്ന് പറഞ്ഞാൽ മാക്സിമം ബ്ലോക്കിംഗ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് തൈറിസ്റ്ററുകൾക്ക് എക്രോസ് വരുന്ന മാക്സിമം വോൾട്ടേജ് എത്ര? ഏതെങ്കിലും ഒരു തൈറിസ്റ്റിന് എക്രോസ് ആയിരിക്കുമല്ലോ മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക. ആ വോൾട്ടേജ് എത്ര എന്നാണ് നമ്മൾ VBM കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ 300, 250, 200. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എത്രയാണ്? 300 ആണ്. അപ്പോൾ ഈ ഒരു തൈറിസ്റ്റിന് എക്രോസ് ആണ് നമുക്ക് മാക്സിമം വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നമ്മൾ VBM equal to 300 എടുത്തു. ഇനി VS എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ്, ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ 3 തൈറിസ്റ്ററുകളുടെയും കൂടി സം ആയിരിക്കും. അപ്പോൾ 300 + 250 + 200 ആണ് VS. നമ്മൾ ഇത് 3 കൂടി കൂട്ടിയാൽ നമുക്ക് 750 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഞാൻ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് R കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ R is equal to N into VBM, അതായത് 3 into 300 minus 750 ഡിവൈഡഡ് ബൈ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ N-1 ടൈംസ് എന്നാണ് വരുന്നത്. അതായത് N-1 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അവിടെ താഴത്തെ ഡിനോമിനേറ്റർ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിനോമിനേറ്ററിൽ നമ്മൾ എടുക്കേണ്ടത് കറണ്ടിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ നിങ്ങൾ മാക്സിമം VBM എടുത്ത തൈറിസ്റ്റർ ഏതാണ്? ഇവിടുത്തെ തൈറിസ്റ്റർ നമ്പർ 1 ആണ് അല്ലെ. ഈ 300 വോൾട്ടാണ് ഇവിടുത്തെ മാക്സിമം വോൾട്ടേജ്. ആ 300 വോൾട്ട് മാക്സിമം വോൾട്ടേജ് ഉള്ള തൈറിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കേസിൽ എത്രയാണത്? 5 ആംസ് ആണ് അല്ലെ. അപ്പോൾ ഈ 5 ആംസും ബാക്കിയുള്ള 2 പേരുമായിട്ടുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത്. ക്ലിയർ? നമ്മൾ മാക്സിമം വോൾട്ടേജ് എടുത്ത തൈറിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 5 ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ്, 5, 9 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 9 - 5 ചെയ്യാം. 9 - 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 9 - 5 നമുക്ക് 4 അല്ലേ വരാം. അപ്പോൾ ഞാൻ 4 എഴുതി. പിന്നെ പ്ലസ് 4ന്റെ കൂടെ അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത തൈറിസ്റ്ററുമായിട്ടുള്ള ഡിഫറൻസ് ആഡ് ചെയ്യണം. ഈ തൈറിസ്റ്ററിൽ 5 ആണ്, അടുത്തതിൽ എത്രയാണ്? 11 ആണ് അല്ലെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 5 - 11 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ 4 + 6 കൊടുത്തു. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഈക്വലൈസിങ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആയി. അപ്പോൾ 900 - 750 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ 6 അല്ല 10 എന്ന് വരും. 150 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എത്ര വന്നു? 15 ഓം എന്ന് വന്നു. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ എത്ര തൈറിസ്റ്റേഴ്സിന് സീരീസ് ആയിട്ട് തന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്നബ്ബർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് വിത്ത് തൈറിസ്റ്റർ ടു പ്രൊട്ടക്ട്. സിമ്പിൾ, കുറേ എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്നബ്ബർ സർക്യൂട്ടിന് ഉപയോഗിച്ചിരുന്നത്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഏതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ? dV/dt, റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെക്കുന്ന ആളാണ് സ്നബ്ബർ സർക്യൂട്ട്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ലാച്ചിങ് കറന്റ് ഓഫ് തൈറിസ്റ്റർ ഈസ് 4 milliamps, then the minimum width of gate pulse required to properly turn on the thyristor shown in the circuit below is. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്? ഒരു തൈറിസ്റ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ആ തൈറിസ്റ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഗേറ്റ് പൾസിന്റെ മിനിമം വിഡ്ത്ത് എത്രയാണ്? ഓൺ പീരീഡ് മിനിമം വാല്യൂ എത്ര എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. എന്താണ് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ്? VL is equal to L into di/dt എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അപ്പോൾ ഇതിന്ന് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓൺ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ dt ഇങ്ങോട്ട് എടുത്തു. dt into VL equal to L into di. ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒരു രണ്ട് സൈഡ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? T into VL. VL ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ L/VL into I എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ടിയുടെ വാല്യൂ എത്രയാണോ അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ T is equal to എന്ത് വരും? ഇൻഡക്ടൻസിന്റെ വാല്യൂ 0.1 ഹെൻറി എന്ന് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 100 ആണ്. പിന്നെ കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? 4 milliamps ആണ്. അപ്പൊ 4 into milliamps എന്ന് പറഞ്ഞാൽ 4 into 10⁻³ ഓക്കെ. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 into 10⁻⁻6 അല്ലെങ്കിൽ 4 microseconds എന്ന് കിട്ടും ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. അല്ലെ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമ്മൾ എല്ലാവരുടെയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഹാഫ് വേവിന്റെ പഠിക്കണം, ഫുൾ വേവ് ബ്രിഡ്ജും പഠിക്കണം, ഫുൾ വേവ് മിഡ് പോയിന്റ് ടൈപ്പിന്റെയും പഠിക്കണം. അപ്പോൾ ഫുൾ വേവ് ബ്രിഡ്ജിന്റെ എന്തായിരുന്നു? ഫുൾ വേവ് ബ്രിഡ്ജിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് VM ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുക? ഹാഫ് വേവിന്റെ കേസിൽ എത്രയാണ് വരുന്നത്? ഹാഫ് വേവിന്റെ കേസിൽ ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹാഫ് വേവിന്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആണ്. പിന്നെ ഫുൾ വേവ് ബ്രിഡ്ജിന്റെ കേസിലും നമുക്ക് എത്രയാണ് വരുന്നത്? ഫുൾ വേവ് ബ്രിഡ്ജിന്റെ കേസിലും നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആണ്. ഫുൾ വേവ് സെന്റർ ടാപ്പ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് ടൈപ്പിൽ നമുക്ക് അത് മാത്രം നമുക്ക് എത്രയാണ്? 2 VM ആണ്. അപ്പോൾ ഈ 3 വാല്യൂസും പഠിച്ചു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒപാം ഹാസ് ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് 10,000 and CMRR of 100 dB. The common mode voltage gain is. ഇത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കേസിൽ 20 log നമുക്ക് CMRR തന്നിട്ടുണ്ട് അല്ലെ. CMRR എന്ന് പറഞ്ഞാൽ 20 log CMRR dBയിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ 20 log CMRR ആണ് നമുക്ക് എത്ര വരുന്നത്? 100 എന്ന് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലോഗ് ഈക്വൽ ടു CMRR ഈക്വൽ ടു നമുക്ക് എന്താണ്? CMRR is equal to 20 log AD ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ എന്നാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലോഗ് AD/AC ഈക്വൽ ടു എന്താണ് നമുക്ക് വരിക? AD/AC ഈക്വൽ ടു 100/20 വരും അല്ലെ. 100 dB ഡിവൈഡഡ് ബൈ 20 ഇങ്ങോട്ട് എടുത്താൽ 20 ഈക്വൽ ടു എത്ര വന്നു? 5 എന്ന് വന്നു. ക്ലിയർ? അപ്പോൾ AD/AC ഈക്വൽ ടു നമുക്ക് എന്ത് വരും? AD/AC is equal to നമുക്ക് എന്ത് എഴുതണം? ആന്റി ലോഗ് 5 വരും. അപ്പൊ നമുക്ക് ADയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ADയുടെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ADയുടെ വാല്യൂ 10,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കോമൺ മോഡ് ഗെയിൻ AC is equal to 0.1 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ D എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഒപാം. ഐഡിയൽ ഒപാമ്പിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഏതാണ് ഒപാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു ഐഡിയൽ ഒപാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഓർമ്മയുണ്ടോ? ഐഡിയൽ ഒപാമ്പിന്റെ കേസിൽ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കണം? വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റ് ആയിരിക്കണം. പിന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്തായിരിക്കണം? ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റ് ആയിരിക്കണം. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്തായിരിക്കണം? അതിന്റെ ഓപ്പോസിറ്റ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് നമുക്ക് എന്തായിരിക്കണം? 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ബാൻഡ് വിഡ്ത്ത് ബാക്കിയുള്ള ഒരുവിധം എല്ലാവരും ഇൻഫിനിറ്റ് ആണ്. ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആയിരിക്കണം. CMRR ഇൻഫിനിറ്റ് ആയിരിക്കണം. സ്ലൂ റേറ്റും നമ്മൾ എന്താണ്? ഇൻഫിനിറ്റ് ആണ് അല്ലെ. അപ്പോൾ ഈ ഒരു കേസ് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയാണ് നമ്മൾ ഐഡിയൽ ഒപാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇൻഫിനിറ്റ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് ശരിയായ ഓപ്ഷൻ ആണ്. പിന്നെ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നതും ശരിയാണ്. ഹൈ CMMR അതായത് ഇൻഫിനിറ്റ് CMMR അതും ശരിയാണ്. ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ശരിയാണോ? അല്ല, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് നമുക്ക് 0 ആണ് വേണ്ടത്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്? നമുക്ക് ഓപ്ഷൻ C ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഒപാം ഇൻക്രീസ്
8 volt in 14 microsecond. The slew rate is, slew rate എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. സ്ലൂ റേറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. സ്ലൂ റേറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി അല്ലെ. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എത്രയാണ്? 8 ആണ്. ടൈം എത്രയാണ്? 14 മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോൾ 8/14 ചെയ്താൽ നമുക്ക് 0.57 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ സി 0.57 എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കൺട്രോൾ സിസ്റ്റം ഷോൺ ബിലോ. അപ്പോൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ആ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷത്തിൽ എന്താണ് നമ്മളോട് പറഞ്ഞത്? ഓക്കെ, ഈ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ മെത്തേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ടോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഓപ്ഷൻ എഴുതുകയാണ് കുറച്ചും കൂടി എളുപ്പം. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് പറഞ്ഞത്? കൺസിഡർ ദ ബ്ലോക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എന്ത് പറയാം? നേരിട്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക്. നമ്മളിങ്ങനെ ഒരു ഫോർവേഡ് പാത്ത്, ഇപ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോർവേഡ് പാത്തിൽ വരുന്ന ഗെയിനുകൾ ഏതൊക്കെയാണ്? ഒരു ഫോർവേഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒന്നാമത്തെ ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ G1, G2, G3 ഉണ്ട് അല്ലെ. അപ്പോൾ അതൊരു പാത്ത്. അപ്പോൾ അത് G1, G2, G3 എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട്. അടുത്ത പാത്ത് എന്ന് പറഞ്ഞാൽ G1, G2, G4 അല്ലെ. G1, G2, G4. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? G1, G2 കോമൺ ആണ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ G3 + G4. അപ്പൊ നമുക്ക് ആ ഫോർവേഡ് പാത്തിൽ വരുന്ന ആള് ആറിനും സിക്കും ഇടയ്ക്ക് വരുന്ന ആ ഒരു പാത്തിൽ G1, G2 × G3 + G4 ഉണ്ടാവുക. അപ്പൊ ഈ ഓപ്ഷനിൽ ഞാൻ എന്ത് കട്ട് ചെയ്തു? ഓപ്ഷൻ എ ഞാൻ കട്ട് ചെയ്തു. അതിൽ -G1, G2 എന്നാ അതും കട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് കട്ട് ചെയ്തു? അടുത്തതിൽ ബാക്കി എല്ലാ ഓപ്ഷനിലും G1, G2 × G3 + G4 ആണ്. അപ്പൊ ഓപ്ഷൻ എനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ റിവേഴ്സ് പാത്ത് നോക്കുകയാണെങ്കിൽ ഇത് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ G1 ഉം G2 സീരീസ് ആണ്. G1 ഉം G2 സീരീസ് ആണ്. ആ സീരീസ് ആയിട്ടുള്ളതിനെ നമുക്ക് G1, G2 എന്ന് എഴുതാം. ഓക്കെ, അതുമായിട്ട് ഇയാൾ ക്ലോസ് ലൂപ്പിന്റെ ഇക്വേഷൻ വരും. അപ്പോൾ G1, G2 ഡിവൈഡഡ് ബൈ 1 + G1, G2 × H1. അപ്പൊ ഈ ഒരു ടേം അങ്ങനെയായി. ഈ ഒരു ടേമിൽ ഇവർ രണ്ടുപേരും പാരലൽ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? G4 + G3 വരും. ഇനി ഇവർ രണ്ട്, അപ്പൊ അത് ആ ബ്ലോക്ക് രണ്ടും കൂടി സീരീസ് ആയി. അപ്പൊ അവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ റിസൾട്ട് പിന്നെ നമുക്ക് H2 പാരലൽ ആയിട്ട് വരിക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് H2 ആയിട്ട് പാരലൽ ആയിട്ട് വന്ന ആൻസർ എത്രയാണെന്ന് നോക്കിയിട്ട് ഈ ഓപ്ഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പൊ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ ഇരുന്ന് ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ആൻസർ നമുക്ക് ഓപ്ഷൻ ബി എന്നാണ് കിട്ടുക. ക്ലിയർ? അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസറിൽ നിന്ന് നമുക്കിത് ഫൈനൽ ആൻസർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ബ്ലോക്ക് മാത്രമായിട്ട് കിട്ടുമല്ലോ. ഈ ബ്ലോക്കിനെ എന്ത് ചെയ്താൽ മതി? ഈ ബ്ലോക്കിലേക്ക് ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ ക്ലോസ്ഡ് ലൂപ്പിന്റെ ഇക്വേഷൻ സോൾവ് ഇതൊക്കെ ക്ലോസ്ഡ് ലൂപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് ക്ലോസ്ഡ് ലൂപ്പിന്റെ ചെയ്താലാണ് ഈ ഒരു ബ്ലോക്കിലേക്ക് എത്തുക എന്ന് നോക്കി ഓപ്ഷൻ നിന്ന് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ആൻസറിൽ എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇൻ ദ എപ്പോ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ദർ ആർ ഡാഷ് നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്പ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? എത്ര നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്ര ലൂപ്പ് ഉണ്ട്? ലൂപ്പ് ഏതാണ്? ഇത് ഒരു ലൂപ്പാണ്. ഓക്കെ, ലൂപ്പ് നമ്പർ 1. ഇത് വേറൊരു ലൂപ്പാണ്. ഇത് വേറൊരു ലൂപ്പാണ്. ഓക്കെ, ഇനി ഇതിൽ എവിടെയെങ്കിലും ലൂപ്പ് ഉണ്ടോ? ഇതാ ഇവിടെ ഒരു ലൂപ്പ് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ 4 ലൂപ്പ് ഉണ്ട്. നമ്മളോട് ചോദിച്ചത് അതല്ല, എത്ര നോൺ ടച്ചിങ് ലൂപ്പുകൾ ഉണ്ടെന്നാ ചോദിച്ചത്. അപ്പൊ എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോൺ ടച്ചിങ് ലൂപ്പിന്റെ? ഇവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഇവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ, ഇവർ തമ്മിൽ രണ്ടാമത്തെ കോമ്പിനേഷൻ, ഇവർ തമ്മിൽ മൂന്നാമത്തെ കോമ്പിനേഷൻ. അപ്പൊ 3 എന്ന് പോയി എഴുതരുത്, ബാക്കി ഏതെങ്കിലും ഉണ്ടോ നോക്കണം. ഇവർ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടോ? ഇല്ല, ടച്ചിങ് ആണ്. ഇവർ തമ്മിലും കോമൺ നോഡ് ടച്ചിങ് ആണ്. പക്ഷെ ഇതിനെ ഇതുമായിട്ടൊരു നോഡാക്കി കൂടെ? ഇവർ തമ്മിൽ എന്താ കോമൺ ആയിട്ട് ഒരു നോഡും വരുന്നില്ല. അപ്പൊ നമുക്ക് നോൺ ടച്ചിങ് ലൂപ്പുകൾ എത്ര എണ്ണം കിട്ടി? 4 പെയർ കിട്ടും എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 4 എന്ന് വന്നു. ഓക്കെ, ഓപ്ഷൻ സി നമ്പർ 4 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് 12 ഡിവൈഡഡ് ബൈ s × s² + 5s + 4 ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ദ നാച്ചർ ഓഫ് റെസ്പോൺസ് ഈസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നാച്ചർ ഓഫ് റെസ്പോൺസ് നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഡെല്ലിന്റെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ഈ നാച്ചർ ഓഫ് റെസ്പോൺസ് നോക്കുക. ഡെൽ എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് റേഷ്യോ അല്ലെ. ഡാമ്പിംഗ് റേഷ്യോന്റെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാമ്പിംഗ് റേഷ്യോ >1 ഉണ്ടാവും, =1 ഉണ്ടാവും, <1 ഉണ്ടാവും അല്ലെ. ഡാമ്പിംഗ് റേഷ്യോ <1 ആണെങ്കിൽ നമ്മൾ അണ്ടർ ഡാംപ്ഡ് ആണ് അതിന്റെ സ്വഭാവം എന്ന് പറയും അല്ലെ. അണ്ടർ ഡാംപ്ഡ്.
ഇനി ഡാമ്പിംഗ് റേഷ്യോ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയും. ഡാമ്പിംഗ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓവർ ഡാംഡ് എന്ന് പറയും. ഇനി ഡെൽ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അൺഡാംഡ് എന്നും പറയും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചർ ഓഫ് റെസ്പോൺസ് പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ നാച്ചർ ഓഫ് റെസ്പോൺസ് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെല്ലിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഡെല്ലിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡെല്ലിന്റെ വാല്യൂ കിട്ടും. എന്താണ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ഡെൽ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇത് നമ്മൾ ഈ ഫോമിലേക്ക് ഇയാൾ എന്താണ്? ഇയാൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് ആണ്. ഇതിന്റെ ഇൻപുട്ട് നമുക്ക് എന്താണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്ടാ. സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും? 1/s എന്ന് വരും, അല്ലെ? അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നല്ലേ വരാം. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 1/s ചെയ്താൽ ഈ എസും ഈ എസും കൂടി കട്ട് ചെയ്തു. ബാക്കി വരുന്ന 12 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 ആണ് നമ്മളുടെ എന്ത് വരിക? നമ്മളുടെ ആ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരിക. അപ്പൊ ആ ഒരു ഫോമിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഈ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 12 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 എന്ന് വരും. അപ്പോൾ ഒമേഗ എൻ സ്ക്വയറിന്റെ സ്ഥലത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 4 ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒമേഗ എൻ സ്ക്വയർ ഈക്വൽ ടു 4 അല്ലെങ്കിൽ ഒമേഗ എൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞൂടെ? ഇനി ഇവർ രണ്ടുപേരും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 ഡെൽ ഒമേഗ എന്നിന്റെ സ്ഥലത്ത് ഇവിടെ 5 ആണ് കിടക്കുന്നത്. ഒമേഗ എൻ ഓൾറെഡി നമുക്ക് 2 ആണെന്ന് കിട്ടി. അപ്പൊ 2 × 2 4 ഡെൽ ഈക്വൽ ടു എന്ത് വരും? 5/4 അല്ലെ? 5/4 നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ 1 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞു പോകും. എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. അപ്പൊ ഡെൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ സ്വഭാവം എന്തായിരിക്കും? ഓവർ ഡാംഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് പറയാം? ഓപ്ഷൻ ഡി ഓവർ ഡാംഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നാച്ചർ ഓഫ് റെസ്പോൺസ് ഒക്കെ ചോദിച്ചാൽ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പീക്ക് ടൈം TP ഈക്വൽ ടു 3 seconds ഫോർ എ സിസ്റ്റം ടു വിച്ച് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. ദ ഡാമ്പിംഗ് ഫ്രീക്വൻസി ഇൻ റേഡിയൻ പെർ സെക്കൻഡ് ഈസ്. പീക്ക് ടൈമിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിനും എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. പീക്ക് ടൈമിന്റെ ഇക്വേഷൻ എന്താണ് വരിക? പീക്ക് ടൈം TP. പീക്ക് ടൈം TP ഈസ് ഈക്വൽ ടു π/ωd എന്നാണ് വരിക, അല്ലെ? π/ωd. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡാമ്പിംഗ് ഫ്രീക്വൻസി ωd ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ωd ഈക്വൽ ടു π/, പീക്ക് ടൈം പൈക്ക് നമ്മൾ 3.14 എന്ന് കൊടുക്കും. പീക്ക് ടൈം എത്രയാണ് തന്നിട്ടുണ്ട്? 3 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. 3/3.14 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ക്വസ്റ്റിന് ആൻസർ 1.05 ആണ് കിട്ടുക. 1.05 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് ഈസ്. പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് നമ്മൾ വെലോസിറ്റി എറർ കോഎഫിഷ്യന്റ്, ആക്സിലറേഷൻ എറർ കോഎഫിഷ്യന്റ്, പൊസിഷൻ എറർ കോഎഫിഷ്യന്റ്, ഇങ്ങനെ 3 കോഎഫിഷ്യന്റുകൾ പഠിക്കുന്നുണ്ട്, അല്ലെ? അതിൽ പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് നമ്മൾ എന്തെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? KP എന്നായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ KP നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? ലിമിറ്റ് s ടെൻഡ്സ് ടു 0 g of s ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ് പൊസിഷൻ എറർ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ. സിമ്പിൾ ആയിട്ട് കിട്ടി. അതിൽ ജി ഓഫ് എസ് ആണ് ഇയാള്, അല്ലെ? എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് ആരുമില്ല, ഫീഡ്ബാക്ക് 1 ആണ്. അപ്പൊ എച്ച് ഓഫ് എസിന് 1 കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലിമിറ്റ് s ടെൻഡ്സ് ടു 0, ജി ഓഫ് എസിന് പകരം എന്ത് എഴുതാം? 40 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 20s പ്ലസ് 5 ആണ്. എച്ച് ഓഫ് എസ് 1 ആണ്. നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഇനി എസിനൊക്കെ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 40 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പോയി 20sലെ എസ് 0 കൊടുത്താൽ അതും പോയി ഡിവൈഡ് ബൈ 5. 40/5 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ കൺട്രോൾ സിസ്റ്റം നമുക്ക് തീരെ ബുദ്ധിമുട്ടില്ലായിരുന്നു. കൺട്രോൾ സിസ്റ്റം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഈസ് g of s ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9. ദ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ഹാവ് ദ പോൾസ് എറ്റ്. എളുപ്പമല്ലേ? നമുക്ക് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് എവിടെയാണെന്നല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. നമ്മൾ എങ്ങനെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കും? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? g of s
ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഇതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെ. അതിൽ ജി ഓഫ് എസ് തന്നിട്ടുണ്ട്, പിന്നെ എന്ത് പറഞ്ഞു, എച്ച് ഓഫ് എസ് എന്തായിരിക്കും, യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് എച്ച് ഓഫ് എസ് 1 ആയിരിക്കും. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, ജി ഓഫ് എസ്. അപ്പൊ അതിന്റെ ഡിനോമിനേറ്റർ മാത്രം മതി, നമുക്ക് പോൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുക അല്ലെ. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ചെയ്ത് നോക്കിയാൽ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് വരുന്ന അറിയോ, ഡിനോമിനേറ്റർ. അത് ഇനി നിങ്ങൾ ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിന് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. എപ്പോഴും യൂണിറ്റി ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ എത്ര വരാന്ന് വെച്ചാൽ, ഡിനോമിനേറ്റർ ഓൾറെഡി ജി ഓഫ് എസിന് എത്ര ഡിനോമിനേറ്റർ ഉണ്ടെന്ന് എഴുതാം. ഓക്കെ, എ സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ആണുള്ളത് അല്ലെ. പ്ലസ് എന്ത് വരും, പ്ലസ് നമുക്ക് 1/, നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരാളുടെ വാല്യൂം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ കോൺസ്റ്റന്റിന്റെ കൂടെ ആഡ് ആയിട്ട് വരും. അപ്പൊ ഇത് എന്ത് വരും, 9 + 1. ഇവിടെ നമുക്ക് 4 ആയിരുന്നെങ്കിൽ +4 എഴുതണമായിരുന്നു കേട്ടോ താഴെ. ഓക്കെ, അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് ഞാൻ 1 എഴുതി. അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, എ സ്ക്വയർ പ്ലസ് 6s പ്ലസ് 10 = 0. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിച്ചാൽ നമ്മുടെ പോൾസ് ആയി. ഓക്കെ, എങ്ങനെ റൂട്ട്സ് കാണാം, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ആളില്ലേ, -b + or -√b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഇയാളെയാണ് b എന്ന് പറയാം, ഇയാളെയാണ് a എന്ന് പറയാം. അതായത് 1, c എന്ന് പറഞ്ഞാൽ 10 ആണ്, 2ac. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ റൂട്ട് നമുക്ക് എത്ര കിട്ടുന്ന അറിയോ, ഇതിന്റെ റൂട്ട് -3 + or -1j എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ട്സ് എവിടേക്കാണ്, ആ ഒരു ആൻസർ ഇല്ലേ, -3 + or -1j. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ടൈപ്പ് 1 സിസ്റ്റം ദ വെലോസിറ്റി ലാഗ് എറർ ഈസ്, വെലോസിറ്റി ലാഗ് എറർ ടൈപ്പ് 1 സിസ്റ്റത്തിൽ നമുക്ക് വെലോസിറ്റി ലാഗ് എറേഴ്സ് നമുക്ക് ടൈപ്പ് 1 സിസ്റ്റത്തിൽ ഏത് എറർ ഉണ്ടാവുക, റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള വെലോസിറ്റി ലാഗ് എറർ ആണ് നമുക്ക് ഏതിലുണ്ടാവുക, നമ്മുടെ ടൈപ്പ് 1 സിസ്റ്റത്തിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പൊ വെലോസിറ്റി ലാഗ് എറർ നമുക്ക് എന്താണെന്ന് പറയാം, വെലോസിറ്റി ലാഗ് എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗെയിൻ കോൺസ്റ്റന്റ്. ഗെയിൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ESS, വെലോസിറ്റി ലാഗ് എറർ, ESS = എന്താണ്, 1/kV. ഓക്കെ, 1/kV എന്നുള്ള വാല്യൂ ആണ് നമുക്ക് വരിക. അപ്പൊ എന്ത് പറയാം, വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വന്നു, ഓപ്ഷൻ സി എന്ന് വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ റൂത്ത് ക്രൈറ്റീരിയ. റൂത്ത് ക്രൈറ്റീരിയ എന്തായിരുന്നു, നമുക്ക് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിളൊക്കെ വെച്ചിട്ട് റൂത്ത് സ്റ്റെബിലിറ്റി അറയൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെബിലിറ്റി നോക്കുന്ന ഒരു മെത്തേഡായിരുന്നു ഈ റൂത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റൂത്ത് ക്രൈറ്റീരിയയെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ആബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി. ശരിയാണ്, നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി പറയാറുള്ളത്, നമുക്ക് ആബ്സല്യൂട്ട് സ്റ്റെബിലിറ്റിയുടെ പറ്റി മാത്രമേ, ആബ്സല്യൂട്ട് ഏകദേശം ആ ഒരു സ്റ്റെബിലിറ്റിയാണ് നമുക്ക് ഏത് തരുന്നത്, റൂത്ത് ക്രൈറ്റീരിയയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ദ ഡിഗ്രി ഓഫ് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് മീൻസ് ടു അവോയ്ഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ബൈ റൂത്ത് ക്രൈറ്റീരിയ. ഡിഗ്രി ഓഫ് എന്താണ്, ഡിഗ്രി ഓഫ് ഇൻസ്റ്റെബിലിറ്റി, എത്രത്തോളം ഇൻസ്റ്റെബിലിറ്റി ആണ് എന്ന് അത് പറയുന്നുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാനുള്ള മെത്തേഡ് എന്താണ് എന്ന് നമുക്ക് റൂത്ത് ക്രൈറ്റീരിയ നോക്കിയാൽ മനസ്സിലാവോ, ഇല്ല. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന കാര്യം മാത്രമേ ആർക്ക് പറയാൻ പറ്റുള്ളൂ, ഈ റൂത്ത് ക്രൈറ്റീരിയക്ക് പറയാൻ പറ്റൂ. ആ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്നൊന്നും ആർക്ക് പറയാൻ പറ്റില്ല, നമുക്ക് റൂത്ത് ക്രൈറ്റീരിയക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി മൂന്നാമത്തത്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ആൻഡ് വാല്യൂസ് ഓഫ് അൺസ്റ്റേബിൾ റൂട്ട്. ഈ റൂത്ത് ക്രൈറ്റീരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺസ്റ്റേബിൾ റൂട്ട്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കിട്ടും, പക്ഷെ അതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ 1 ഉം 2 എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് എഴുതാം, 68ന്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്, ദ എഫക്ട്സ് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ക്വിക്ലി ബൈ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ലോക്കസ് എന്നാണ് നമുക്ക് എന്താ, പെട്ടെന്ന് തന്നെ ഒരു പോൾ ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക, ഒരു സീറോ ആഡ് ചെയ്താൽ എന്താ, റൂട്ട് ലോക്കസിന്റെ ഷേപ്പ് മാറുന്നു. നമ്മൾ എഫക്ട് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ് പഠിക്കുന്നത് ഏതിന് കീഴിലാണ്, നമ്മൾ റൂട്ട് ലോക്കസ് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എഫക്ട് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ് പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക ഏത് ഗ്രാഫിൽ നിന്നാണ്, നമ്മൾ റൂട്ട് ലോക്കസ് എന്നാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ പോളും പുതിയ സീറോയൊക്കെ ആഡ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ നൈക്വിസ്റ്റ് പ്ലോട്ട് ഈസ് ഗിവൺ ആസ്. ഒരു നൈക്വിസ്റ്റ് പ്ലോട്ട് തന്നിട്ടുണ്ട്, ദ ഗെയിൻ മാർജിൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗെയിൻ മാർജിൻ, നൈക്വിസ്റ്റ് പ്ലോട്ട് എന്ന് നമ്മൾ
ഗെയിൻ മാർജിൻ ഇക്വേഷൻ എന്താണ്? ഗെയിൻ മാർജിൻ ഇസ് ഈക്വൽ ടു 1/മാഗ്നിറ്റ്യൂഡ് അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്നാണ് അല്ലെ. 1/മാഗ്നിറ്റ്യൂഡ് അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ് നമ്മൾ ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും? ഗെയിൻ മാർജിൻ ഇവിടെ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി, ഫേസിനെ -180 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന പോയിന്റിലെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നൈക്വിസ്റ്റ് പ്ലോട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫ്, ഈ റൂട്ട് ലോക്കസ് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഈ റിയൽ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? -180 ഡിഗ്രി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ -180 ഡിഗ്രിയിൽ നമുക്ക് എത്രയാണ് വരുന്നത്? -180 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് 0.3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/0.3 വരും. 1/0.3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/0.3 ചെയ്താൽ നമുക്ക് 3.33 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് എ, നമ്മൾ ഇനി മെഷർമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദ റെസിസ്റ്റൻസ് ഓഫ് എ മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ ഈസ് 13,500 ohm. ദ മൂവിംഗ് കോയിൽ ഹാസ് 150 ടേൺസ് ആൻഡ് ഈസ് 4 centimeter long and 3 centimeter wide. The flux density in air gap is 5.5 into 10⁻²Weber per meter square. Find the deflection torque produced by 150 volt. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ് PMMC ടൈപ്പിലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് അവിടെ. അതിന് ആ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? BINA, ഇതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ. ഇതിലെ B എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലെക്സ് ഡെൻസിറ്റി ആണ് B എന്ന് പറയുന്നത്. I എന്ന് പറഞ്ഞാൽ കറണ്ട്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എല്ലാവരും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, പക്ഷെ കറണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പകരം നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? I is equal to V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ I is equal to V/R കൊടുത്താൽ നമുക്ക് കറണ്ട് കൂടി കിട്ടും. V എന്ന്, അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് V എന്ന് പറഞ്ഞാൽ എത്രയാ? 5.5 into 10⁻². ഓക്കെ, ഇനി I എന്ന് പറഞ്ഞാൽ V/R ആണ്. ഞാൻ ഡയറക്റ്റ് എഴുതുന്നു. 150 divided by 13,500 എന്ന് കൊടുത്തു. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് 150 ആണ്. പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 4 centimeter into 3 centimeter. പക്ഷെ സെന്റിമീറ്ററിലാണ്. അപ്പൊ നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻⁴ വരും. 4ന്റെ 10⁻², 3ന്റെ 10⁻² കൂടി 10⁻⁴ വരും. അപ്പൊ ഇതിനെ കുറെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമുക്ക് ഇതിനെ കട്ട് ചെയ്താൽ ഇവിടെ താഴെ 90 എന്ന് വരും. ഓക്കെ, 90 വന്നു. ഇനി 90ൽ നമുക്ക് ഇത് 3 times 0യും 0യും കട്ട് ചെയ്തു. ഇവിടെ 3 വരും, ഇവിടെ 5 വരും. ഈ 3യും കട്ട് ചെയ്തു. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടുമെന്നറിയോ? 11 into 10⁻⁵ ന്യൂട്ടൺ മീറ്റർ എന്ന് വരും നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 72. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ അതിന്റെ മെഷർമെന്റ് ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻറ്റു ടൈം എന്ന ഫാക്ടറും കൂടി കയറി വരികയാണെങ്കിൽ അതിനെയാണ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എനർജി മീറ്ററിനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ടൈമിന്റെ എഫക്റ്റും കൂടി കയറി വരുന്ന ബാക്കിയുള്ളവരെയും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ബാക്കിയുള്ള ആൾക്കാർ ഏതൊക്കെയാണ്? ഇലക്ട്രോലിറ്റിക് മീറ്റർ. ഈ ഇലക്ട്രോലിറ്റിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈസിസിലെ, അപ്പൊ ആ ഇലക്ട്രോലൈസിസ് ഒരു പ്ലേറ്റിൽ എത്ര വന്ന് അടിയുന്നു എന്നുള്ളത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര ടൈം ഇലക്ട്രോലൈസിസ് നടന്നു എന്നും കൂടി നോക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്താണ്? ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ക്ലോക്ക് മീറ്റർ എന്ന് പറയുന്നതും ടൈമിനനുസരിച്ചിട്ടല്ലേ? അപ്പോൾ അതും ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. മോട്ടോർ മീറ്ററും ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇനിയിപ്പോൾ ഇവരൊക്കെ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് അറിയില്ലെങ്കിലും ഗാൽവനോമീറ്റർ ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? ഡിഫ്ലക്ഷൻ കാണിക്കുന്ന നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ. അപ്പൊ ഗാൽവനോമീറ്റർ ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ല എന്ന അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ കൺവേർട്ടിംഗ് എ 2 milliamps meter with internal resistance of 60 ohm into 0 to 100 milliamps ammeter. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതുമാണ്. അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ അല്ലെ? അപ്പൊ അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ആ മീറ്ററിന് പാരലൽ ആയിട്ട് ഷണ്ടായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസിനെ ആഡ് ചെയ്യാണ് വേണ്ടത്. ആ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. അത് ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ ഇല്ലേ? RSH is equal to മീറ്റർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ
M-1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. മീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 60 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്താണ് വരിക, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ M is equal to ഫുൾ ലോഡ് കറണ്ട് എത്രയാണ് നമുക്ക് പുതിയതായിട്ട് മാക്സിമം റീഡ് ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ മീറ്ററിന് എത്ര വരെ പറ്റും അല്ലെ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ ഫുൾ ലോഡ് നമുക്ക് എത്രയാണ് വേണ്ടത്, എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് 100 മില്ലി ആംസിലേക്കാണ്. ഇയാൾക്ക് ആദ്യം എത്ര പറ്റുമായിരുന്നു, 2 മില്ലി ആംസ് മെഷർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് വരും, 100/2 - 1 എന്ന് വന്നു. അതായത് 60 ഡിവൈഡഡ് ബൈ 50 - 1, 60 ഡിവൈഡ് ബൈ 49 വരും. നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും അറിയോ, 1.22 ഓം എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സിലാണ് കേട്ടോ. അപ്പോൾ അത് അറിയാത്തവരൊന്ന് പഠിച്ചു വെക്കുക. വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡാമ്പിങ്ങിന്റെ കേസിൽ നമ്മൾ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, ഈ ഒരു കേസ് പഠിച്ചു വെക്കാം. നമ്മളിത് കൂടുതൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏതാ, ഗ്രാവിറ്റി കൺട്രോൾ ടെക്നിക്കുകളില്ലേ, സ്പ്രിംഗ് കൺട്രോൾ, ഗ്രാവിറ്റി കൺട്രോൾ ഒക്കെ. അതിലെ ഗ്രാവിറ്റി കൺട്രോൾ നമ്മൾ വെർട്ടിക്കലി മൗണ്ടഡിലാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടി പഠിച്ചു വെക്കാം, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ കേസിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് നമ്മൾ കൂടുതലായിട്ടും വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സിലാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്തത്, ദ സെൻസിറ്റിവിറ്റി ഓഫ് ആൻ ഓസിലോസ്കോപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ. സെൻസിറ്റിവിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ സെൻസിറ്റിവിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഓസിലോസ്കോപ്പ് CRO ഒക്കെ അല്ലേ, അപ്പൊ അതിന്റെ സെൻസിറ്റിവിറ്റി എന്തെന്നാണ് ചോദിച്ചത്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഇക്വേഷൻ വരുന്നത് എന്താണ്, സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഡിവൈഡഡ് ബൈ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. ഡിഫ്ലക്ഷന് പ്രപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് ശരിക്കും എന്ത് വരുന്നത്, സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പോൾ സെൻസിറ്റിവിറ്റി ഈക്വേഷൻ എന്ത് പറയാം, സെൻസിറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ. ഈ ഡിഫ്ലക്ഷൻ എന്തിനനുസരിച്ചിട്ടാണ് വരുന്നത്, നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എത്രയാണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഗെയിൻ, കൊടുക്കുന്ന സിഗ്നലിന്റെ ഗെയിൻ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാവുക, സെൻസിറ്റിവിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത് എവിടെയായിരുന്നു, വെർട്ടിക്കൽ പ്ലേറ്റിലായിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു വെർട്ടിക്കൽ പ്ലേറ്റിൽ നമ്മൾ ആ ഒരു വെർട്ടിക്കൽ പ്ലേറ്റിന്റെ ഗെയിൻ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാവുക, സെൻസിറ്റിവിറ്റി ഉണ്ടാവുക. അപ്പോൾ ഗെയിൻ കൂടുന്നതിനനുസരിച്ച് സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ സെൻസിറ്റിവിറ്റി ഓഫ് ആൻ ഓസിലോസ്കോപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ത്, ഓപ്ഷൻ എ ഗെയിൻ ഓഫ് വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ 75th ക്വസ്റ്റിന്റെ ആൻസർ എന്ത് വന്നു, ഓപ്ഷൻ എ ഗെയിൻ ഓഫ് വെർട്ടിക്കൽ ആംപ്ലിഫയർ. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, പവർ ലോസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ് വൈൽ ടെസ്റ്റിംഗ് എനർജി മീറ്റർ ബൈ. എന്താണ്, പവർ ലോസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ് വൈൽ ടെസ്റ്റിംഗ് എനർജി മീറ്റർ ബൈ. നമ്മൾ എനർജി മീറ്റർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്തായിരുന്നു, ഫാൻഡം ലോഡിങ് ചെയ്യുമായിരുന്നു അല്ലെ. ഒരു ഫാൻഡം ലോഡിങ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാൻഡം ലോഡിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പവർ ലോസ് കുറയ്ക്കുന്നത്. ഫാൻഡം ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു, എനർജി മീറ്ററിന്റെ കറണ്ട് കോയിലിൽ ഫുൾ കറണ്ട് പാസ് ചെയ്യിപ്പിക്കും. പക്ഷെ പ്രഷർ കോയിൽ നമ്മൾ എന്താണ്, പ്രഷർ കോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലോഡിംഗ് കൊടുക്കാറില്ല. ഓക്കെ, പ്രഷർ കോയിൽ നമ്മൾ ഫുൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാൻഡം ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിന്റെ ആ അലൂമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ സൈഡിൽ ഒരു ബ്രേക്ക് മാഗ്നറ്റ് വെച്ച് കൊടുത്തത് ഓർമ്മയുണ്ടോ? ഈ ബ്രേക്ക് മാഗ്നറ്റിനെ കുറച്ചും കൂടി ഡിസ്കിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താവും, സ്പീഡ് കുറച്ച് കുറയും. ഇനി സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ബ്രേക്ക് മാഗ്നറ്റിനെ കുറച്ച് ബാക്കിലേക്ക് നിൽക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ബ്രേക്ക് മാഗ്നറ്റ്. പൊസിഷൻ മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി മീറ്ററിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അടുത്തത് എന്താണ്, ദ അക്വാഡേഗ് കോട്ടിംഗ് ഇൻ CRO ഈസ് യൂസ്ഡ് ടു കളക്ട്. CROന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചതാണ്. ആ സമയത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ആ CRT ട്യൂബിന്റെ ഈ സ്ക്രീൻ, CRT ട്യൂബിന്റെ ഇവിടെയാണ് നമ്മുടെ സ്ക്രീൻ എന്നുണ്ടെങ്കിൽ, CRT ട്യൂബിന്റെ സ്ക്രീൻ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എൻഡിൽ, ഈ രണ്ട് സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, അക്വാഡാഗ് കോട്ടിംഗ് കൊടുക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമ്മളുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ വന്ന് തട്ടിയിട്ട് പിന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ആ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിന് നമ്മൾ എന്താണ് പറയുക, സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസ് എന്നാണ് പറയുക. അപ്പോൾ അക്വാഡാഗ് കോട്ടിംഗ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
Next question, the sweep generator of a CRO is used to produce. Sweep generator എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്വീപ്പ് ജനറേറ്റർ? നമ്മൾ സ്വീപ്പ് ജനറേറ്റർ ആണ് നമ്മൾ ഏതിലേക്ക് കൊടുത്തിരുന്നത്? ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ ഒരു റെഫറൻസ് സിഗ്നൽ കൊടുക്കുന്ന ആളാണ് സ്വീപ്പ് ജനറേറ്റർ. അത് ഏത് ഷേപ്പായിരുന്നു? സോ ടൂത്ത് ഷേപ്പിലുള്ളതാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ സ്വീപ്പ് ജനറേറ്ററിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീപ്പ് ജനറേറ്റർ ഏതിലേക്ക് കൊടുക്കും? ഏത് പ്ലേറ്റിലേക്ക്? ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് സോ ടൂത്ത് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് സ്വീപ്പ് ജനറേറ്റർ. അപ്പോൾ സ്വീപ്പ് ജനറേറ്റർ ഓഫ് CRO ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ സോ ടൂത്ത് വോൾട്ടേജ് ഫോർ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A moving coil ammeter has uniform scale with 100 divisions and gives full scale reading of 10 amps. The instrument can read up to 1/5 of scale division with a fair degree of certainty. Determine the resolution of instrument in ampere. എന്താണ് നമുക്ക് ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ റെസൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ റെസൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? റെസൊല്യൂഷന്റെ ഇക്വേഷൻ എന്താണ്? റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് വൺ സ്കെയിൽ ഡിവിഷൻ. വാല്യൂ, ഒരു സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എത്രയാണ് ഇൻറ്റു സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഫ്രാക്ഷൻ ഓഫ് സ്കെയിൽ ഡിവിഷൻ ദാറ്റ് ക്യാൻ റീഡ് എന്നാണ് നമ്മുടെ റെസൊല്യൂഷന്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ ഓഫ് വൺ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? ഈ ഒരു ക്വസ്റ്റ്യനിലെ വാല്യൂ ഓഫ് വൺ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വൺ സ്കെയിൽ ഡിവിഷൻ ഈക്വൽ ടു എന്താണ്? ഫുൾ സ്കെയിൽ റീഡിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ചെയ്താൽ നമുക്കത് കിട്ടില്ലേ? അപ്പോൾ ഇവിടുത്തെ ഫുൾ സ്കെയിൽ റീഡിംഗ് എത്രയാണ്? ഫുൾ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 10 amps ആണ്. ഓക്കെ, 10 amps ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് 100 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 0.1 വന്നു വാല്യൂ ഓഫ് വൺ സ്കെയിൽ ഡിവിഷൻ. അപ്പൊ നമുക്ക് റെസൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസൊല്യൂഷൻ ഈക്വൽ ടു ഈ 0.1 ഇൻറ്റു പിന്നെന്താണ്? ഫ്രാക്ഷൻ ഓഫ് സ്കെയിൽ എത്രയാണ് ഇതിന് മര്യാദയ്ക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്? 1/5 ഓഫ് സ്കെയിലാണ് ഇതിന് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 1/5 ചെയ്താൽ മതി. 0.1 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 0.02 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ എത്ര വന്നു? ഓപ്ഷൻ സി എന്ന് വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ സിഗ്നൽസിലേക്ക് പോവാണ്. സിഗ്നൽസ് പൊതുവേ കുറച്ചൊന്ന് ഒരു മോഡറേറ്റ് ടൈപ്പ്, പക്ഷെ അധികം ഇലക്ട്രിക്കലുകാർക്ക് കുറച്ച് ടഫായിട്ടാണ് ഏത് തോന്നിയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ സിഗ്നൽസ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിഗ്നൽസിലെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം ഹാസ് മെമ്മറി. പക്ഷെ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു സിസ്റ്റത്തിന് മെമ്മറി ഉണ്ടോ എന്ന് പറയാൻ എന്താണ്? നമുക്ക് അതിന്റെ എന്താണ് പാസ്റ്റ് വാല്യൂസിന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, അതാണ് നമുക്ക് എന്ത് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓപ്ഷനിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിന്റെ അപ്പോൾ ഉള്ള വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ അല്ലെ? പാസ്റ്റ് വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ അല്ല ഇത്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ വൈ ഓഫ് ടി ഈക്വൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് 2 ഇൻറ്റു എക്സ് ഓഫ് ടി. അതും എന്താണ്? പ്രസന്റ് വാല്യൂസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ വൈ ഓഫ് ടി ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ബി. ഓക്കെ, അതും നമുക്ക് എന്താണ്? പ്രസന്റ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓപ്ഷൻ ഡി എന്താണ്? വൈ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് 1. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്താണ്? അതിന്റെ പാസ്റ്റ് വാല്യൂനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? അപ്പൊ പാസ്റ്റ് വാല്യൂനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളതായതുകൊണ്ട് നമ്മുടെ മെമ്മറി ഉള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് വരും? ഓപ്ഷൻ ഡി എന്ന് വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. എ സിഗ്നൽ ഹാസ് എ സ്പെക്ട്രം റേഞ്ചിങ് ഫ്രം 0 to 15 kilohertz ഈസ് ടു ബി സാമ്പിൾഡ് ടു ബി കൺവേർട്ടഡ് ടു ഡിസ്ക്രീറ്റ് ഫോം. What is the minimum number of samples per second that must be taken into ensure recovery? നമുക്ക് അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞാൽ മതി? നമ്മൾ സാമ്പിളിംഗ് തിയറം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ സാമ്പിളിംഗ് തിയറം പ്രകാരം എന്താണ്? മിനിമം സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി അല്ലെ? അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സാമ്പിളിംഗ് തിയറം പറയുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എഫ് എസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എം ആണ്. അപ്പൊ നമുക്ക് മിനിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 15 കിലോ ഹെർട്സ് ചെയ്താൽ മതി. 2 ഇൻറ്റു 15 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 30 കിലോ ഹെർട്സ് വരും, അല്ലെങ്കിൽ 30,000 ഹേർട്സ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 30,000 സാമ്പിൾസ് പെർ സെക്കൻഡ്. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് വന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ഫോളോയിങ് സിഗ്നൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 10 cos 0.2 pi n. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഫണ്ടമെന്റൽ പീരീഡ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലിന്റെ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്? എക്സ് ഓഫ് എൻ ഈക്വൽ ടു എ കോസ് ω0n+5. ഇങ്ങനെയാണ് നമ്മളൊരു ഡിസ്ക്രീറ്റ് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അയാളുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ω0ന്റെ സ്ഥലത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ω0 = 0.2 പൈ എന്ന് പറഞ്ഞൂടെ? ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫണ്ടമെന്റൽ പീരീഡ് കണ്ടുപിടിക്കണം. ഫണ്ടമെന്റൽ പീരീഡ് n ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫണ്ടമെന്റൽ പീരീഡ് n നമുക്ക് എന്താ വരിക? 2π/ω എന്നാണ് വരിക. ഇൻറ്റു എന്ത് വരും? ഇൻറ്റു ഇൻറ്റീജർ വരും. ക്ലിയർ? അപ്പോൾ ഇൻറ്റു ഇൻറ്റീജർ വന്നു. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2π/ω 0.2 പൈ കൊടുത്തു, ഇൻറ്റീജർ k എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളോട് ഫണ്ടമെന്റൽ പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ kക്ക് നമുക്ക് എന്ത് കൊടുക്കാം? മിനിമം വാല്യൂ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കൊടുത്താൽ നമുക്ക് പീരീഡ് എന്താ? പൈയും കട്ട് ചെയ്തു 2/0.2 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ എ 10 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ t x of n equal to g of n into x of n. Which of the following is correct for the system? ഈ സിസ്റ്റം നോൺ ലീനിയർ ആണോ, മെമ്മറിലെസ് ആണോ, ടൈം ഇൻവേരിയന്റ് ആണോ, നോൺ കോസൽ ആണോ? ഓക്കെ, അത് നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ്? ഈ മെമ്മറിലെസ് ആണോ മെമ്മറി ഉള്ളതാണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് അല്ലേ? പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു മെമ്മറിലെസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നോൺ ലീനിയർ ആണോ, ടൈം ഇൻവേരിയന്റ് ആണോ, നോൺ കോസൽ ആണോ എന്നൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് മെമ്മറിലെസ് ആണോ നോക്കിയപ്പോൾ എന്താണ് ഈ ഫംഗ്ഷൻ t x of n equal to എന്താണ്? g of n into x of n. അപ്പോൾ ഇയാൾക്ക് എന്തില്ല? മെമ്മറി ഇല്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് എന്ത് എഴുതി? എന്തായാലും ഇതെന്താണ്? മെമ്മറിലെസ് ആണ്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റ് ഏത് എന്ന് ചോദിച്ചിട്ട് ഈ ഓപ്ഷൻസ് ഒക്കെ തന്നാൽ നിങ്ങൾ ബാക്കിയും കൂടി ചെയ്ത് നോക്കണമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? മെമ്മറിലെസ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഫോളോയിങ് സിസ്റ്റം. h of n equal to 0.5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സിസ്റ്റം? നോൺ കോസൽ ആണോ അതോ കോസൽ ആണോ നമുക്ക് നോക്കണം. അപ്പോൾ എന്താണ് കോസൽ എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റം കോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസാലിറ്റി അല്ലെങ്കിൽ കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ഔട്ട്പുട്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്യൂച്ചർ ഇൻപുട്ട് അല്ലെ? ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയാം? കോസൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ h of n ഈക്വൽ ടു 0.5 മാഗ്നിറ്റ്യൂഡ് ഓഫ് n എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? ആദ്യം n ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വരും? h of 0 ഈക്വൽ ടു 0.5 0 എന്ന് വന്നു. 0.5 ഏത് വാല്യൂവിന് റേസ് ടു 0 കൊടുത്താൽ നമുക്ക് 1 അല്ലേ കിട്ടാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം എന്തല്ല? കോസൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സിസ്റ്റം നോൺ കോസൽ ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോൾ സ്റ്റേബിൾ ആണോ നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ സമ്മ് നമ്മൾ നോക്കണം. -∞ to ∞ h of n-ന്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കണം? അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ ∞ ആയിരിക്കണം. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് -∞ to ∞ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? സിഗ്മ -∞ മുതൽ 0 വരെ h of n പ്ലസ് സിഗ്മ 0 to ∞ വാല്യൂ ഓഫ് h of n. ഇതെപ്പോഴും എന്തായിരിക്കണം? ∞ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇത് സ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ -∞ to ∞ സിഗ്മ -∞ to 0 h of n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 n. ഓക്കെ, പ്ലസ് സിഗ്മ 0.5 n. ഈ ഒരു വാല്യൂ n-ന് എന്ത് വാല്യൂ നിങ്ങൾ കൊടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? അതൊക്കെ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിട്ടാണ് വരിക. ഈ ആഡ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് എന്താണ്? ഒരു ഫൈനൈറ്റ് ആൻസർ ആണ് കിട്ടുക. ഒരിക്കലും അത് ഇൻഫിനിറ്റിയിലേക്കാളും ആയി പോയില്ല. ഓക്കെ, 0.5 എന്നുള്ള വാല്യൂസ് ഇല്ല. അപ്പോൾ എന്തായാലും ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് വരിക. അപ്പോൾ ഈ സിസ്റ്റം എന്താണെന്ന് പറയാം? ഇത് സ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം നോൺ കോസൽ ആൻഡ് സ്റ്റേബിൾ എന്ന് വരും. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി ഓഫ് ഡിസ്ക്രീറ്റ് ലീനിയർ ടൈം സിസ്റ്റം ഈസ് ദാറ്റ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? എവറി റൂട്ട് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ >1 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റേബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഓപ്ഷൻ ബി എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം ഈസ് ലീനിയർ ഇഫ് ഇറ്റ് ഈസ് ഹോമോജീനിയസ്. എന്താണ്? ഒരു ലീനിയർ ആവണമെങ്കിൽ ആ സിസ്റ്റം എന്താവണം? ഹോമോജീനിയസും ആവണം, അഡിറ്റീവും ആവണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ആൻസർ അഡിറ്റീവ് ആൻഡ് ഹോമോജീനിയസ്. ഓപ്ഷൻ സി എന്ന് വരും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏലിയാസിംഗ് ഒക്കേഴ്സ് വെൻ. എന്താണ് ഏലിയാസിംഗ്? സാമ്പിളിംഗ് തിയറം ഒബേ ചെയ്യുന്നില്ലെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഏലിയാസിംഗ് വരുന്നത്. അപ്പൊ സാമ്പിളിംഗ് തിയറം പ്രകാരം നമുക്ക് എഫ് എപ്പോഴും എന്തായിരിക്കണം? എഫ് എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു 2fx എങ്കിലും മിനിമം വേണം അല്ലെ. അപ്പൊ അത് ലെസ് ദാൻ ആയാൽ നമുക്ക് ഏലിയാസിംഗ് നടക്കും. അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ്, എ സിഗ്നൽ എക്സ് ഓഫ് ടി കോസ് 3πt പ്ലസ് 2 കോസ് 10πt ഈസ് ഐഡിയലി സാമ്പിൾഡ്. ഫൈൻഡ് ദ മാക്സിമം അലോവബിൾ ഇന്റർവെൽ ബിറ്റ്വീൻ ദ സാമ്പിൾസ്. ഇത് കുറച്ച് സമയം എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. 2 ടൈപ്പ് സിഗ്നൽസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിന്റെ അലോവബിൾ ഇന്റർവെൽ, ഈ സാമ്പിൾസിന് ഇടയ്ക്കുള്ള അലോവബിൾ ഇന്റർവെൽ, അതും സാമ്പിളിംഗ് തിയറത്തിന് ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് ആദ്യം നമുക്ക് ഈ ഒരു സിഗ്നൽ എടുക്കാം അല്ലെ. ഈ ഒരു സിഗ്നലിൽ കോസ് 3πt എന്ന ഒരു സിഗ്നലിന്റെ ഒമേഗ എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒമേഗ ഒമേഗയുടെ സ്ഥലത്ത് 3π ആണുള്ളത് അല്ലെ. 3π എന്ന് വരും. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി F1 എന്ന് പറഞ്ഞാൽ ഒമേഗ = 2πf ആണ്. അപ്പോൾ ഒമേഗ ബൈ എന്ത് വരും? ഒമേഗ ബൈ 2π എന്ന് വന്നു അല്ലെ. അപ്പോൾ അത് ചെയ്താൽ 3π/2π = നമുക്ക് എന്ത് വന്നു? 3/2, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി 1.5 ഹെർട്സ്. ഓക്കെ, ആ ഒരു പാർട്ടിന്റെ ഫ്രീക്വൻസി കിട്ടി. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 2 കോസ് 10πt. അവിടെ ഒമേഗയുടെ സ്ഥലത്ത് 10π ആണ്. അപ്പോൾ ഒമേഗ 2 = എത്ര കിട്ടി? 10π എന്ന് കൊടുത്തു. അപ്പോൾ അതിന്റെ F2 = എന്ത് വന്നു? 10π/2π. ഓക്കെ, അത് നമുക്ക് എന്ത് കിട്ടും? 5 ഹെർട്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിലെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാ? 5 ആണ് അല്ലെ. ഒന്ന് 1.5 മറ്റൊരു 5 ആണ്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസി എഫ് മാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ഹെർട്സ് ആണ്. നമ്മളോട് ചോദിച്ചത് മാക്സിമം അലോവബിൾ ഇന്റർവെൽ ബിറ്റ്വീൻ ഫ്രീക്വൻസി എന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? Fs = 2f max ആയിരിക്കണം അല്ലെ. അപ്പൊ Fs എത്ര വേണം? 2 × 5. Fs എന്ന് പറയുന്നത് മിനിമം നമുക്ക് എത്ര വേണം? 10 ഹെർട്സ് എങ്കിലും ഉണ്ടാവണം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സാമ്പിളിംഗ് ഇന്റർവെൽ. ഇത് ഫ്രീക്വൻസി ആണ്. അപ്പൊ സാമ്പിളിംഗ് ഇന്റർവെൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/10 ആയിരിക്കും. 1/10 എന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ സി, 0.1 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ആന്റി ഏലിയാസിംഗ് ഫിൽറ്റർ ഇസ് ഏത് ഫിൽറ്റർ ആണ്? ആന്റി ഏലിയാസിംഗ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെച്ചു കൊടുക്കുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഏലിയാസിംഗ് ഒക്കേർ ചെയ്യപ്പോഴാണ് മക്കളെ. ഏലിയാസിംഗ് ഒക്കേർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ Fs ലെസ് ദാൻ 2f max ആവുന്ന സമയത്താണ് നമുക്ക് ഏലിയാസിംഗ് ഒക്കേർ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലോ ഫ്രീക്വൻസി ഉള്ള ആൾക്കാർ, ഒരിക്കലും ഇത് കൂടി പോകാൻ പാടില്ല അല്ലെ. അപ്പൊ ഇത് കൂടി പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസ് മാത്രം എന്ത് ചെയ്യും? ഇതിലേക്ക് നമ്മൾ കടത്തി വിടും. അപ്പോൾ ഒരു ആന്റി ഏലിയാസിംഗ് ഫിൽറ്ററിന്റെ ഉള്ളിൽ വരുന്നത് എന്തായിരിക്കും? ഒരു ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി എന്നാണ് വരിക. ഇനി നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ള സെക്ഷനിലേക്ക് പോവാണ്. എന്താണ് ട്രാൻസ്ഡ്യൂസേഴ്സ്? കംപ്ലീറ്റ് നമുക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് ആവശ്യമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ എക്സ്റ്റേണൽ എനർജി അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ആവശ്യമുള്ള ആളെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതുകൊണ്ട് 91 ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് വരും? നമുക്ക് ഓപ്ഷൻ എ എന്ന് വരും. ഓക്കെ. അടുത്തത്, ഇൻ LVDT ദ സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ. എങ്ങനെയായിരുന്നു? സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജുകൾ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ളതാണ്. അതായത് അങ്ങനെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിന്റെ കണക്ഷൻ പഠിച്ചതാണ്. എന്തായിരുന്നു? LVDTയുടെ പ്രൈമറി ഉണ്ടാവും. ഇതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ആ അയൺ പീസ് ഉണ്ടാവുക. സെക്കൻഡറി നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഫേസ് ഒപ്പോസിഷനിലായിരുന്നു നമ്മൾ സെക്കൻഡറി കണക്ട് ചെയ്തിരുന്നത്. ഫേസ് ഒപ്പോസിഷനും സീരീസും. അപ്പൊ LVDTയുടെ സെക്കൻഡറി വൈൻഡിങ്സ് നമ്മൾ എങ്ങനെയാണ്? സീരീസ് ഒപ്പോസിഷനിലാണ് നമ്മൾ LVDTയുടെ വൈൻഡിങ്സ് വെക്കാറുള്ളത്. ഓപ്ഷൻ ഡി എന്ന് വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി സെൽ. ഈ താഴെ കൊടുത്തിരിക്കുന്നത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലെ ലെഡ് ആസിഡും നിക്കൽ കാഡ്മിയം ഒക്കെ എന്തായിരുന്നു? സെക്കൻഡറി സെൽസ് ആയിരുന്നു. അപ്പോൾ പ്രൈമറി സെല്ലിൽ വരുന്ന ആളെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. സിങ്ക് കാർബൺ ഡ്രൈ സെല്ലാണ് നമുക്ക് പ്രൈമറി സെല്ലായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ ദ എർത്ത് റെസിസ്റ്റൻസ്. മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക അല്ലെ. നനവ് തട്ടുന്നതിനനുസരിച്ച് എർത്ത് റെസിസ്റ്റൻസ് കുറയല്ലേ ചെയ്യുക. നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ കൂടിയാൽ എർത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ ദ എർത്ത് റെസിസ്റ്റൻസ് ഡിക്രീസസ്.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ പേർപ്പസ് ഓഫ് എർത്തിങ് ഈസ് ടു, എർത്തിങ് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എർത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ അത് നേരെ എന്തിലേക്ക് കൊടുക്കണം? എർത്തിലേക്ക് കണ്ടക്ട് ചെയ്യണം അല്ലെ? അതാണ് എർത്തിങ്ങിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനൊരു ലോ റെസിസ്റ്റൻസ് പാത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേർപ്പസ് ഓഫ് എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിങ് പ്രൊവൈഡ്സ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു എർത്ത് ഫോർ കറണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം? ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്ലീറ്റ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വയേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുക. അത് ഡ്യൂറബിൾ ആണോ? അല്ല, നമ്മളൊരു ടെമ്പററി വയറിംഗ് ആയിട്ടാണ് എന്തിനു ചെയ്യാറ്? ക്ലീറ്റ് വയറിങ്ങിനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതല്ല. പിന്നെ മോയ്സ്ചർ പ്രൂഫ് അല്ല, അതെന്താണ് ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരാളാണ്, അപ്പോൾ അത് മോയ്സ്ചർ പ്രൂഫും അല്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പെർമനന്റ് വയറിംഗ് അല്ല, ഇറ്റ് ഇസ് എ ടെമ്പററി വൈൻഡിങ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്താണ്? ഈസി ടു ലൊക്കേറ്റ് ദ ഫോൾട്ട് ഇൻ വയറിംഗ്. അത് ശരിയാണ്, അതിങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു വയറിംഗ് ആയതുകൊണ്ട് നമുക്ക് ഫോൾട്ടിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ്, ക്ലിക്ക് വയറിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു ലൊക്കേറ്റ് ഫോൾട്ട് ഇൻ വയറിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വയറിംഗ് മെത്തേഡ് പ്രൊവൈഡ്സ് ദ ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ? അത് നിങ്ങൾക്ക് ഓപ്ഷൻ തന്നെ എഴുതാൻ പറ്റും. ക്ലീറ്റ് വയറിംഗ്, വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്, മെറ്റൽ കോൺഡ്യൂട്ട്, TRS. ഏതാണ് വരിക? ഈ കൂട്ടത്തിൽ ഏറ്റവും PVC വൈൻഡിംഗ് ആണ് നമ്മൾ ഏറ്റവും എന്തായിട്ട് പറയാറുള്ളത്, നമുക്ക് ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. അതിനേക്കാളും മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഏതിന് വരും? മെറ്റൽ കോൺഡ്യൂട്ട്. ഒരു മെറ്റൽ കോൺഡ്യൂട്ടിന്റെ ഉള്ളിലൂടെ വയേഴ്സിനെ പറഞ്ഞയക്കുക. അപ്പോൾ ഏറ്റവും മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വയറിംഗ് ഈ കൂട്ടത്തിൽ ഏതാണ്? മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ്. എത്ര എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചത്? കാൻഡില. നമ്മളെ ഇലൂമിനേഷനിൽ ഫുൾ നമ്മൾ കുറേ പേരുടെ യൂണിറ്റ്സ് പഠിക്കുന്നുണ്ട്, അത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. കാൻഡില, ക്യാൻ ഇൻറ്റൻസിറ്റി, ക്യാൻ ഇൻറ്റൻസിറ്റി അങ്ങനെ പഠിച്ചാൽ മതി. ക്യാൻ ഇൻറ്റൻസിറ്റി. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡില. വിച്ച് ലാമ്പ് ഷോസ് സ്ട്രോബോസ്കോപ്പിക് എഫക്ട്? എന്തായിരുന്നു സ്ട്രോബോസ്കോപ്പിക് എഫക്ട് എന്ന് പറഞ്ഞാൽ, ചില വെളിച്ചത്തിന്റെ ഇടയിൽ നമുക്ക് ഈ മൂവ് ചെയ്യുന്ന പാർട്സ് കുറച്ച് സ്ലോ ആയിട്ടാണോ, നമ്മളിപ്പോൾ സ്പീഡിൽ കൈയൊക്കെ ഇളക്കുകയാണെങ്കിൽ നമുക്ക് അത്ര സ്പീഡിൽ അത് കാണാൻ പറ്റില്ല, കുറച്ച് സ്ലോ മോഷൻ ആയിട്ട് കാണാൻ പറ്റും. അതിനെയാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. അത് ഏതിനായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്? ഫ്ലൂറസൻ ലാമ്പിനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്ട്രോബോസ്കോപ്പിക് എഫക്ട് കണ്ടുവരുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ആയിരുന്നു നമ്മളുടെ എന്ത് കിടക്കുന്നത്? നമ്മളുടെ ഒരു അനാലിസിസ്, നമ്മളെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടതെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരുപാട് ടഫ് ഒന്നും അല്ലല്ലോ. നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിന്റെ എക്സാം വലിയൊരു എക്സാമാണ്, വലിയൊരു ടഫുള്ള എക്സാം പോലെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ശരിയാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് റിലേറ്റീവ്ലി നമുക്ക് എന്താണ് കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ 2022 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പവർ ഇലക്ട്രോണിക്സ്, പിന്നെ ഏതാണ് ഡിജിറ്റലും പവർ ഇലക്ട്രോണിക്സും, പിന്നെ ഏതാണ് വരുന്നത് പവർ ഇലക്ട്രോണിക്സ്, കാര്യമായിട്ട് ഡിജിറ്റലും പവർ ഇലക്ട്രോണിക്സും തന്നെ, സിഗ്നൽസും. ആ ഒരു മൂന്നെണ്ണമാണ് ചെറുതായിട്ടൊന്ന് കുറച്ച് ടഫുള്ള, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് വന്ന സെക്ഷൻസ് അതാണ്. അതല്ലാണ്ട് ബാക്കി 7 മൊഡ്യൂളും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് ആ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാമിന് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസിലെ 5 ക്വസ്റ്റ്യൻസ് എന്താണ് ഡിലീറ്റഡ് ആണ്. ഓക്കെ, ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് 56 നമ്പർ ഓഫ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 39 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഇപ്പോൾ അടുത്ത വരുന്ന എക്സാമിനും ഇങ്ങനെ തന്നെ ഇതേ റേഷ്യോയിൽ തന്നെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ഏറി വന്നാൽ ഒരു 39 to 40 അത്രയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലെല്ലാവരും ടഫ് ഒന്നല്ലല്ലോ, ചിലതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മളുടെ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നാണ് കേട്ടോ. കൺട്രോൾ സിസ്റ്റത്തിൽ കൂടുതൽ നമുക്ക് പ്രോബ്ലംസ് ആണല്ലോ. ഒരു 7:3 എന്നുള്ള റേഷ്യോ അല്ല, 7 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും 3 തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സർക്യൂട്ട്സ്, പവർ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ പവർ സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരൊക്കെ എന്താണ് ഒരു 5:5 ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും തിയററ്റിക്കൽ ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ഡ്യൂസേഴ്സ് കംപ്ലീറ്റ് എന്താണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബാക്കിയുള്ള മൊഡ്യൂളിനൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കുറവ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ. ആ ഒരു റേഷ്യോയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യുന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ആ എക്സാമിന് പഠിക്കാതെ ഇരിക്കരുത്. അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ഇക്വേഷൻ കാണുകയാണെങ്കിൽ അതിൻ്റെ 2 പ്രോബ്ലം കൂടി പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് പഠിച്ചെടുക്കാൻ പറ്റും? അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് നല്ലോണം ഇരുന്ന് പഠിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും കൂടി ഈ എക്സാമിന് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.